Hello everyone, welcome back to I4 CUT track. So, ഇന്നത്തെ ഷോട്ടിൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A train passes a platform of length 100 meter in 14 seconds and a man standing on the platform in 4 seconds. Then what is the length and speed of the train? Okay, അപ്പോൾ പ്രോബ്ലംസ് ഓൺ ട്രെയിനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ട് കേസസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രെയിന് എന്തിനൊക്കെ ഒരു പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യുന്ന ഒരു കേസും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു ട്രെയിന് ഒരു മാനിനെ പാസ് ചെയ്യുന്ന കേസും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം അവിടെ ടൈം എന്ന് പറഞ്ഞാല് ഒരു പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും അല്ലെ. ദെൻ എന്തായിരിക്കും മാനിനെ പാസ് ചെയ്യുന്ന കേസിലോ? ഒരു മാനിനെ പാസ് ചെയ്യുന്ന കേസിൽ ടൈം എന്ന് പറഞ്ഞാല് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് അല്ലെ. സോ നമുക്ക് തന്നിട്ടുള്ളത് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം ഡിവൈഡഡ് ബൈ സ്പീഡ്. സോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ട്രെയിൻ പാസസ് എ പ്ലാറ്റ്ഫോം ഓഫ് ലെങ്ത് 100 മീറ്റർ ഇൻ 4 സെക്കൻഡ്സ് എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തറിയാം? ലെങ്ത് ഓഫ് ദി ട്രെയിൻ അറിയാം അല്ലെ. ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം അറിയാം 100 മീറ്റർ ആണ് എന്ന് അറിയാം. പ്ലസ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 14 സെക്കൻഡ്സ് അല്ലെ. സ്പീഡ് എത്രയാണ് ഇതിൽ? സ്പീഡും പറഞ്ഞിട്ടില്ല. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ഇതെന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. ദെൻ ഇതിലും സ്പീഡ് കാണാം അല്ലെ. സ്പീഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ലെങ്ത് ഓഫ് ദി ട്രെയിൻ നമുക്കറിയില്ല. ദെൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ് ആണ് അല്ലെ. 4 സെക്കൻഡ്സ് ആണ്. സോ സ്പീഡിന് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ. സ്പീഡിന് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ 4ഉം കിട്ടി. ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് 100 ഡിവൈഡഡ് ബൈ 14ഉം കിട്ടി. പക്ഷെ എന്താണ് ഈ ഒരു കേസിൽ? ഈ രണ്ട് കേസിലും സ്പീഡ് ഈക്വൽ ആയിരിക്കും അല്ലെ. സ്പീഡ് ഈ ട്രെയിനിന്റെ സ്പീഡ് ഈക്വൽ ആയിരിക്കും രണ്ട് കേസിലും. സോ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് 100 ഡിവൈഡഡ് ബൈ 14 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും അല്ലെ. ദെൻ ഇതിനെങ്ങനെ എഴുതാം? 4 ഇൻറ്റു ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് 100 എന്ന് പറയുന്നത് 4 LT പ്ലസ് 400 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 14 LT ആയിരിക്കും അല്ലെ. സോ 14 LT മൈനസ് 4 LT ഈസ് ഈക്വൽ ടു 400 ആയിരിക്കും. ആൻഡ് 10 LT ഈസ് ഈക്വൽ ടു 400 ആൻഡ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 40 അല്ലേ. 400 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 40 മീറ്റർ ആയിരിക്കും ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് ദി ട്രെയിൻ നമുക്ക് കിട്ടി. ദെൻ നമുക്ക് കാണേണ്ട ലെങ്ത് ഓഫ് സ്പീഡാണ് അല്ലേ. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് രണ്ട് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഏതെങ്കിലും ഒരു സ്പീഡ് കാണാനുള്ള ഇക്വേഷനിൽ ഈ ലെങ്ത് ഓഫ് ദി ട്രെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് സ്പീഡ് കാണാനുള്ള ഏറ്റവും ചെറിയ ഇക്വേഷൻ ഏതാ? എസ് ഇസ് ഈക്വൽ ടു LT/4 ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു LT/4ൽ LT ഈസ് ഈക്വൽ ടു 40 എന്ന് കൊടുത്താൽ 40 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 40 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ സ്പീഡ്. സോ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും സ്പീഡ്. ദെൻ ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നത് 40 മീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ. ദെൻ ദ ഡിഫറൻസ് ഇൻ ദ പ്രൈസ് ഓഫ് ആപ്പിൾസ് ആൻഡ് ഗ്രേപ്സ് ആർ 10% ഓഫ് ആപ്പിൾ. രാജു ബോട്ട് 2 ഓഫ് ദം ഫോർ Rs 190. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ആപ്പിൾ എന്നാണ് ചോദിച്ചത്. സോ ഡിഫറൻസ് ഇൻ ദ പ്രൈസ് ഓഫ് ആപ്പിൾ ആൻഡ് ഗ്രേപ്സ്. ആദ്യം നമ്മൾ പ്രൈസ് ഓഫ് ആപ്പിൾ ഈക്വൽ ടു X ആയിട്ട് എടുക്കാം. ദെൻ പ്രൈസ് ഓഫ് ഗ്രേപ്സ് എന്ന് പറയുന്നത് Y ആയിട്ട് എടുക്കാം. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദ ഡിഫറൻസ് ഇൻ ദ പ്രൈസ് ഓഫ് ആപ്പിൾ ആൻഡ് ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ 10% ഓഫ് ആപ്പിൾ ആണ്. അപ്പൊ X മൈനസ് Y എന്ന് പറയുന്നത് 10% ഓഫ് ആപ്പിൾ, 10% ഓഫ് X ആയിരിക്കും. സോ X മൈനസ് Y എന്ന് പറയുന്നത് 10% ഓഫ് X എന്ന് പറയുന്നത് എന്തായിരിക്കും? 10/100 ഇൻറ്റു X അല്ലേ. അപ്പൊ 0 കട്ട്. ദെൻ X മൈനസ് Y ഈസ് ഈക്വൽ ടു X/10 ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. ദെൻ അടുത്ത് നോക്കാം. എന്താണ് അടുത്ത്? എന്താ പറഞ്ഞത്?
രാജു ബോട്ട് 2 of them for Rs 190. രാജു ബോട്ട് 2 of them for Rs 190 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടിന്റെ ഒരുമിച്ചുള്ള രണ്ട് ഒരുമിച്ച് വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 190 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 190 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് എക്സിന്റെയും വൈന്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കിയേ, ഈ ഫസ്റ്റത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആഡ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് മൈനസ് വൈ, അത് ഈക്വൽ ടുന്റെ ഒരു സൈഡിലുള്ള രണ്ടും ആഡ് ചെയ്യുക, ദെൻ ഈക്വൽ ടുന്റെ അടുത്ത സൈഡിലുള്ള രണ്ടെണ്ണം ആഡ് ചെയ്യുക. എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 10 പ്ലസ് 190 എന്ന് കിട്ടും അല്ലേ. ദെൻ മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ക്യാൻസൽ ആയി പോകും, 0 ആയി പോകും. അപ്പൊ 2x ഈസ് ഈക്വൽ ടു എക്സ് ബൈ 10 ഇൻറ്റു 190 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 190 ഇൻറ്റു 100, 1900 divided by 10. So 20x equal to x plus 1900. Then 19x is equal to എന്തായിരിക്കും? 1900 ആണ്. Then എന്താണ്? x equal to എന്തായിരിക്കും? x equal to 100 ആയിരിക്കും അല്ലേ. 1900 divided by 90 എന്ന് പറയുമ്പോൾ 100 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ആപ്പിൾ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രൈസ് ഓഫ് ആപ്പിൾ. പ്രൈസ് ഓഫ് ആപ്പിൾ എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, ദെൻ എ പേഴ്സൺ ലെൻഡ് എ സർട്ടൻ സം ഓഫ് മണി അറ്റ് 6% സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് in 4 years the interest amounted to rupees 380 less than the amount in lent. What is the amount the person lent എന്നാ ചോദിച്ചത്. what is the amount the person lent എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചോദിക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലേ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ എത്ര രൂപയാണ് ലെൻഡ് ചെയ്ത്, എത്ര രൂപയാണ് നമ്മൾ കടെടുത്തത് അല്ലെങ്കിൽ എത്ര രൂപയാണ് ലോൺ എടുത്തത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എ പേഴ്സൺ ലെൻഡ് എ സർട്ടൻ സം ഓഫ് മണി അറ്റ് 6% സിമ്പിൾ ഇൻട്രസ്റ്റ്. 6% സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നമുക്ക് 6 തന്നിട്ടുണ്ട്. ഇൻ 4 years എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. ദ ഇൻട്രസ്റ്റ് എമൗണ്ടഡ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 380 ലെസ് ദാൻ ദ എമൗണ്ട് ഇൻ ലെൻഡ്. അപ്പോൾ നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാളും 380 കുറവാണ് നമ്മൾ എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാളും 380 കുറവാണ്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? PNR ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലെ, ഈക്വൽ ടു P മൈനസ് 380. ഓക്കെ, ദെൻ N നമുക്കറിയാം എന്താണ്? 4 ആണ്. R 6 ആണ്. P ഇൻറ്റു 6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു P മൈനസ് 380 ആണ്. ആൻഡ് 6 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 24 P എന്ന് പറയുന്നത് എന്തായിരിക്കും? 100നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100P മൈനസ് 3800 ആയിരിക്കും അല്ലേ, 3800. ദെൻ 100P മൈനസ് 24P is equal to 3800 ആണ്. ദെൻ 76P എന്ന് പറയുന്നത് 3800 ആയിരിക്കും. ദെൻ P എന്ന് പറയുന്നത് എന്തായിരിക്കും? 3800 ഡിവൈഡഡ് ബൈ 76 അല്ലേ. 3800 ഡിവൈഡഡ് ബൈ 76 എത്രയാണ്? 500 ആണ് അല്ലേ, 500. സോ നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 500 ആയിരിക്കും. ഓക്കെ അല്ലേ. ദെൻ അനലോഗി ടെസ്റ്റ് വരുന്നതാണ് ACHJ റിലേറ്റഡ് ടു CEJL ഇൻ ദ സെയിം വേ MYDB റിലേറ്റഡ് ടു വാട്ട് എന്നാ ചോദിച്ചത്. ACHJ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു CEJL. അതെങ്ങനെയായിരിക്കും റിലേഷൻ എന്ന് കണ്ടുപിടിച്ചിട്ട് അടുത്തതിന്റെ റിലേഷൻ കാണുകയാണല്ലേ ചെയ്യുക. അപ്പൊ സോ ACHJ റിലേറ്റഡ് ടു CEJL എന്ന് പറഞ്ഞാൽ എയും സിയും തമ്മിലുള്ള ബന്ധം എന്താണ്? A കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് C വരുന്നത് അല്ലേ, B കഴിഞ്ഞിട്ടാണ് C വരുന്നത്. C കഴിഞ്ഞിട്ടോ? C കഴിഞ്ഞിട്ട് D ഒഴിവാക്കിയിട്ടാണ് E. Hഉം Jയും I കഴിഞ്ഞിട്ടാണ് അല്ലേ, ആൻഡ് Jയും എല്ലോ K കഴിഞ്ഞിട്ട്. അങ്ങനെ ഓരോ ലെറ്റർ വിട്ടിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിന്റെ അടുത്ത ആൻസർ കിട്ടുന്നത്. ഓക്കെ, A കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ വിട്ടിട്ടാണ് C, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അടുത്തത് എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്യുക? M എന്തിനോടായിരിക്കും റിലേറ്റ് ചെയ്യുക? MNO അല്ലേ, ഇവിടെ N ഉണ്ടാവും, O. YZ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്, അത് ഫസ്റ്റ് തൊട്ടേ പിന്നെ വരും. YZA. E കഴിഞ്ഞിട്ട് F, then B,
സി ഡി അല്ലേ, OAFD. അപ്പോൾ OAFD ആണ് നമ്മുടെ ആൻസർ. ആദ്യത്തെ റിലേഷൻ നോക്കുക, ദെൻ അടുത്തതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. ഓക്കെ, നോക്കിയേ, നമുക്ക് എന്തായാലും സീരീസിൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യിക്കും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടിപ്ലൈ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, എന്തെങ്കിലും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തിൻ്റെയും ക്യൂബ് ആയിരിക്കും, സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ റിലേഷൻ മാത്രമേ നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളൂ. സോ ഇത് നോക്കിയേ, 1ഉം 5ഉം ഉള്ള ഡിഫറൻസ് എത്രയാ? 1ഉം 5ഉം ഡിഫറൻസ് 1 ആണ് അല്ലേ. ദെൻ 2ഉം 5ഓ 3 ആണ്. 5ഉം 10ഓ 5 ആണ്. അപ്പൊ നോക്കിക്കേ, ഇതിൽ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പൊ 1 കൂട്ടി 3 കൂട്ടി 5 കൂട്ടി, ദെൻ അടുത്ത ഏതായിരിക്കും കൂട്ടുക? 7 ആയിരിക്കും അല്ലേ. അപ്പൊ അടുത്ത 7 കൂട്ടുക. അപ്പൊ 7, 10 + 7 എന്ന് പറയുമ്പോൾ 17. അപ്പൊ 17 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഷോർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.